ഹായ് ഓൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഓപ്പറേറ്റർ കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ്. ഈ ഒരു എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്തു. ഒപ്പം തന്നെ എക്സാമിനേഷന്റെ സ്ലോട്ടും വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങൾക്കിടയിലായിരിക്കും ഈ ഒരു എക്സാം നടക്കുന്നതെന്ന് ഏറെക്കുറെ കൃത്യമായിട്ട് PSC അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ എക്സാമിനേഷൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു നോട്ടിഫിക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഓൾറെഡി വന്നു കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ആണ്. 735/2025 എന്നൊരു നമ്പറിലായിരുന്നു വന്നത്. ഇതിന്റെ പേ ഓഫ് സ്കെയിൽ വരുന്നത് 27,200 തുടങ്ങി 73,600 അവസാനിക്കുന്ന ഒരു പേ സ്കെയിലാണ്. ഇനിയും ഇതിന്റെ നിയമന സാധ്യതകളെ പറ്റി നോക്കുകയാണെങ്കിൽ അവസാനമായിട്ട് നടന്ന നിയമനം അതായത് 7/2/2023 DOE വന്നൊരു എക്സാമാണ്. മാത്രവുമല്ല ഇതിന്റെ എക്സാം നടന്നത് നോട്ടിഫിക്കേഷൻ വന്നത് 2020 അങ്ങനെ DOE 7/2/2023 വന്നു. ഇതിനോടകം തന്നെ 580-ലധികം ആൾക്കാർക്ക് നിയമനം നടന്നു കഴിഞ്ഞൊരു പോസ്റ്റാണ്. അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് ആണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. PSC വളരെയധികം അപ്ഡേറ്റഡ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു എക്സാമിനേഷൻ നടന്ന സമയത്ത് നിന്ന് ഇന്ന് ഈ സമയത്തേക്ക് എത്തുമ്പോൾ PSC ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നിലവാരം മാറിയിട്ടുണ്ട്, PSCയുടെ അപ്രോച്ച് മാറിയിട്ടുണ്ട്. എല്ലാ മേഖലയിലും കൃത്യമായ മാറ്റങ്ങളുമായിട്ടാണ് PSC വന്നിരിക്കുന്നത്. അതിനോടൊപ്പം നമ്മളും അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ കഴിയുകയില്ല. മാത്രമല്ല ഇത്രയധികം നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തികയിൽ നിങ്ങൾക്ക് കിട്ടുന്ന റാങ്കാണ് നിങ്ങളുടെ പ്രൊമോഷനെ തീരുമാനിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ആദ്യം തന്നെ നല്ല റാങ്ക് കിട്ടി ആദ്യം നിയമനം ലഭിച്ചാൽ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ കിട്ടുന്നതിനുള്ള അവസരം നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന റാങ്ക് നേടുക എന്നൊരു വലിയ ലക്ഷ്യമായിരിക്കണം നമ്മുടെ മുമ്പിലുണ്ടാവുന്നത്. പലപ്പോഴും എക്സാമിനേഷൻ ഹാളിൽ നമ്മൾ എത്ര തന്നെ പഠിച്ചിട്ട് പോയാലും അവിടുത്തെ പഠനം പരാജയപ്പെടുകയും നമ്മുടെ മാർക്കുകൾ പലപ്പോഴും ചെറിയൊരു സ്കോറിൽ താഴേക്ക് എത്തുന്നതും കാണാം. ചിലപ്പോൾ നമുക്ക് കിട്ടുമ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ അവസാനമായി പോവുകയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുമ്പോൾ മാത്രമാണ് നമുക്ക് നിയമനം ലഭിക്കുക എന്നൊക്കെയുള്ള സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇടയാക്കും. അതായത് ഒരാളെ സംബന്ധിച്ചിടത്തോളം റാങ്ക് ലിസ്റ്റിന്റെ താഴെയായിട്ട് നിയമനം ലഭിക്കുകയാണെങ്കിൽ അവരുടെ സീനിയോറിറ്റി ഏതാണ്ട് 2 അല്ലെങ്കിൽ 3 വർഷം വരെ പിന്നോട്ടേക്ക് തള്ളപ്പെടുമെന്നുള്ളതാണ്. അതായത് 3 വർഷത്തെ സീനിയോറിറ്റിയിൽ നമുക്ക് പല പോസ്റ്റുകളിലേക്കും എത്തുവാനുള്ള അവസരമാണ് ഇല്ലാതാകുന്നതെന്ന് ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് പരീക്ഷയ്ക്ക് ഏറ്റവും നല്ല സ്കോർ നേടുക എന്നുള്ളത്. അതിനായിട്ട് ഏണസ് അക്കാഡമി മുൻവർഷ ചോദ്യപേപ്പറുകളെയും അതായത് ടോപ്പിക്കൽ ബേസ് ആയിട്ടുള്ള ചോദ്യപേപ്പറുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിനായിട്ട് ഒരു കൃത്യമായിട്ടൊരു ടെസ്റ്റ് സീരീസ് ചൊരുക്കിയിരിക്കുകയാണ്. ഈ ഒരു ടെസ്റ്റ് സീരീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏതാണ്ട് 4500-ലധികം ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. മാത്രമല്ല 100-ലധികം ടെസ്റ്റുകളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഓരോ ടോപ്പിക്കുകളെയും കൃത്യമായി എടുത്ത് വെച്ച് വിശകലനം ചെയ്ത് പഠിക്കുന്നതിനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രവുമല്ല പഠിച്ച ഓരോ കാര്യങ്ങളെയും കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള അവസരവുമുണ്ട്. മാത്രവുമല്ല എക്സാം ഹാളിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിലൂടെ ഇതിന്റെ പ്രിപ്പറേഷനിലൂടെ സാധ്യമാണ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ സിലബസും കൃത്യമായി പഠിച്ചു തീർക്കാൻ പറ്റും. മാത്രമല്ല ആ പഠിച്ച സിലബസിനകത്ത് ഏതൊക്കെ ഭാഗത്താണ് നിങ്ങൾക്ക് വിട്ടുപോയിട്ടുള്ളതെന്നും അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഏതൊക്കെ രീതിയിലുള്ള മിസ്റ്റേക്കുകളാണ് നിങ്ങൾ വരുത്തുന്നതെന്നും നിങ്ങൾക്ക് സ്വമേധയാ മനസ്സിലാക്കുന്നതിനും അതിലൂടെ കൃത്യമായിട്ട് പഠനത്തെ റെക്ടിഫൈ ചെയ്ത് റൈറ്റ് ആംഗിളിൽ എത്തിച്ച് പരീക്ഷയ്ക്ക് ഉന്നതമായ റാങ്ക് അതായത് ആദ്യത്തെ 10 റാങ്കിൽ തന്നെ എത്തുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ബാങ്കുകളും ക്വസ്റ്റ്യൻ പേപ്പറുകളും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് സ്വന്തമാക്കുന്നതിനായിട്ട് താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് കയറി നേരിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പം മറക്കണ്ട, നിങ്ങളുടെ കരിയറിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ടെസ്റ്റ് സീരീസ്. എത്ര നന്നായിട്ട് ടെസ്റ്റ് സീരീസ് ചെയ്യുന്നോ എത്രത്തോളം അധികം ക്വസ്റ്റ്യനുകൾ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങളുടെ സാധ്യതകളും ഉയർത്തും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.